പ്രണയത്തിന്റെ പേരിലും പ്രണയ തകർച്ചയുടെ പേരിലും കൊലപാതകമെന്ന ക്രൂരമായ അവസ്ഥയിലേക്ക് എത്തുകയാണ് നമ്മുടെ യുവത്വം. ആസിഡ് ഒഴിച്ച് കത്തിച്ചും കഴുത്തറുത്തുമെല്ലാം പ്രണയത്തെ കൊന്നുകളഞ്ഞതിൽ ഏറ്റവും ഒടുവിലെത്തിയതാണ് കൊല്ലത്തെ ഫെബിന്റെ കൊലപാതകം. വിവാഹം നിരസിച്ചതിന്റെ പേരിൽ പെൺസുഹൃത്തിനെ കത്തിച്ചു തീർക്കാൻ കുപ്പിയിൽ പെട്രോളും കൊണ്ടാണ് പ്രതി വന്നതെങ്കിലും ജീവൻ നഷ്ടമായത് പെൺകുട്ടിയുടെ സഹോദരനാണ്. ബന്ധമാക്കലല്ല, വിട്ടുകൊടുക്കലാണ് പ്രണയത്തിന്റെ മറ്റൊരു തലമെന്ന് കരുതിയിരുന്ന ഒരു തലമുറയുണ്ടായിരുന്നു നമുക്ക്. എന്നാൽ പ്രണയ നൊമ്പരം സഹിക്കാനാവാതെ പങ്കാളിയെ ക്രൂരമായി കൊന്ന കേരളത്തിലെ കൗമാരക്കാരെ അത്ര പെട്ടെന്നൊന്നും മലയാളികൾ മറക്കാൻ സാധ്യതയില്ല. പല കേസുകളിലും വിധി കാത്തു കിടക്കുന്ന കുറ്റവാളികൾ ഏറെയാണ്. 2021 ഒക്ടോബർ 1 പാലാ സെന്റ് തോമസ് കോളേജിൽ പരീക്ഷ എഴുതാനെത്തിയ വൈക്കം സ്വദേശിനിയായ നിധിനമോൾ ദാരുണമായി കൊല്ലപ്പെട്ടത്. സഹപാഠിയും സുഹൃത്തുമായിരുന്ന അഭിഷേക് ബൈജു നിധിനയെ പേപ്പർ കട്ടർ ഉപയോഗിച്ച് കഴുത്തറത്താണ് കൊന്നുകളഞ്ഞത്. ഒരാഴ്ച ആസൂത്രണം ചെയ്ത് കൊലപാതകം നടത്തിയെന്നാണ് പോലീസ് കുറ്റപത്രം. മുൻ കാമുകനുമായി വീണ്ടും അടുത്തുവെന്ന സംശയമാണ് പ്രതിയായ അഭിഷേക് ബൈജുവിനെ കഴുത്തറത്ത് കൊല്ലാൻ പ്രേരിപ്പിച്ചത്. പാനൂർ വള്ളിയായിലെ വിഷ്ണുപ്രിയയെ വീടിനകത്ത് കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസ്. 2022 ഒക്ടോബർ 22 നാടിനെ നടുക്കിയ ആ കൊലപാതകം. ആൺ സുഹൃത്തിന്റെ പകയിൽ 29 കുത്തുകളാണ് വിഷ്ണുപ്രിയ ഏറ്റുവാങ്ങിയത്. അതിൽ 10 മുറിവ് മരണശേഷമുള്ളതാണ്. സംഭവത്തിന് 2 ദിവസം മുൻപ് കൂത്തുപറമ്പിലെ കടയിൽ നിന്ന് പ്രതി ചുറ്റികയും കയ്യുറയും വാങ്ങിയിരുന്നു. കൃത്യമായ പദ്ധതിയോടെയാണ് പ്രതി ശ്യാംജിത്ത് വിഷ്ണുപ്രിയയെ ആക്രമിച്ചത്. മരണമുറപ്പാക്കിയാണ് പ്രതി ശ്യാംജിത്ത് കത്തി താഴെയിട്ടത്. കോതമംഗലത്ത് ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിനി മാനസയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസ്. 2021 ജൂലൈ 30 രഖിൽ മാനസയെ വെടിവെച്ച് കൊന്നത്. വളരെ ആസൂത്രിതമായി ബീഹാറിൽ പോയി തോക്കുവാങ്ങി ദിവസങ്ങളോളം കാത്തിരുന്നാണ് മാനസയെ സുഹൃത്ത് വകവരുത്തിയത്. മാനസയെ വകവരുത്തിയതിനു ശേഷം തൊട്ടു പിന്നാലെ പ്രതി രഖിൽ വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തിരുന്നു. 2019 നടന്ന മറ്റൊരു സംഭവമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥയായ സൗമ്യയുടെ കൊലപാതകം. ജൂൺ 15 ആലപ്പുഴ മാവേലിക്കരയിൽ പോലീസ് ഉദ്യോഗസ്ഥയായ സൗമ്യയെ സഹപ്രവർത്തകനായ അജാസ് കൊലപ്പെടുത്തിയത്. സ്കൂട്ടറിൽ സഞ്ചരിക്കവേ തക്കം പാർത്തിരുന്ന് വെട്ടിയ ശേഷം പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. വിവാഹാഭ്യർത്ഥന നിരസിച്ചതാണ് കൊലപാതക കാരണമെന്നായിരുന്നു അജാസിന്റെ മരണമൊഴി. ഗുരുതരമായി പൊള്ളലേറ്റ അജാസും പിന്നീട് മരണത്തിന് കീഴടങ്ങി. പ്രണയം നിഷേധിച്ചതിന്റെ പേരിൽ കൊല നടത്തിയതിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് പാറശാല ഗ്രീഷ്മയുടെ കേസ്. പ്രണയത്തിൽ നിന്ന് പിന്മാറാത്തതിനാണ് ഗ്രീഷ്മ ആൺ സുഹൃത്തായ ഷാരോൺ രാജിനെ കഷായത്തിൽ വിഷം ചേർത്ത് നൽകി കൊലപ്പെടുത്തിയത്. അപൂർവങ്ങളിൽ അപൂർവമെന്നാണ് കോടതി പോലും കേസിനെ നിരീക്ഷിച്ചത്. മരണക്കിടക്കയിൽ പോലും ഷാരോൺ ഗ്രീഷ്മയെ തള്ളിപ്പറയാത്തത് മലയാളികൾ കണ്ണീരോടെയാണ് കണ്ടത്. ത്യാഗം, സമർപ്പണം തുടങ്ങിയ മനോഭാവങ്ങളുടെ അഭാവവും കൂടിവരുന്ന മാനസിക വൈകല്യങ്ങളും ഇത്തരത്തിലുള്ള വലിയ സാമൂഹ്യ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. വഞ്ചിക്കപ്പെടുന്നു എന്ന തോന്നൽ, എതിർപക്ഷത്ത് നിൽക്കുന്ന വ്യക്തിയുടെ മേൽ അധികാരം സ്ഥാപിക്കാനുള്ള ശ്രമം, സംശയരോഗം, ഇതൊക്കെയാണ് പ്രണയ കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ. ചെറിയ പ്രകോപനങ്ങളെപ്പോലും അതിജീവിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ യുവത്വം മാറുന്നുവെന്നതാണ് വസ്തുത. എന്താണ് പരിഹാരം? സഹജീവികളോടുള്ള സമീപനം മാറ്റാൻ കുടുംബങ്ങളിൽ നിന്നു തന്നെ പാഠം പഠിച്ചു തുടങ്ങണം. മറ്റു ജീവനുകളെ തന്നോളം തന്നെ കരുതലോടെ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു യുവതലമുറ ഉണ്ടായി വരട്ടെ.